നമസ്കാരം. പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനത്തിൽ ഇപ്പോൾ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം ആദ്യം എക്സിൽ നടത്തിയ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മാറ്റം വരുത്തിയാണ് വീണ്ടും എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. BJP പ്രവർത്തകനായി ഇന്ത്യക്കും തിരുവനന്തപുരത്തിനും വേണ്ടി നിലനിൽക്കും എന്നാണ് പുതിയ ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേസമയം MP എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലുമുള്ള പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ട്വീറ്റ്. ഈ ട്വീറ്റിന് പിന്നിൽ തന്റെ ടീമിലുള്ള ഒരു ഇന്റേൺ ആണ്, അവർക്ക് പറ്റിയ ഒരു പിശകാണ് ഇത്തരത്തിൽ ഉള്ള ഒരു തെറ്റ് വരാൻ കാരണം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പുതിയ ട്വീറ്റിൽ പറയുന്നത്. ഇത് വിവാദമായതോടുകൂടി ഫേസ്ബുക്കിൽ നിന്നും എക്സിൽ നിന്നും അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിന്റെ ശശി തരൂരിനോട് പരാജയപ്പെടുകയായിരുന്നു. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്തായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്ത് നിന്നും താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടത്. അതിന് തൊട്ട് പിന്നാലെ മാധ്യമങ്ങൾ ഇത് ആഘോഷമാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം ഈ ട്വീറ്റിന് നൽകുകയും ചെയ്തിരുന്നു. തുടർച്ചയായി രണ്ടാം തവണയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എക്സ് പോസ്റ്റിന്റെ പേരിൽ വിവാദത്തിൽ പെടുന്നത് എന്ന് നമുക്കറിയാം. കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട് എന്ന അദ്ദേഹത്തിന്റെ ആ എക്സ് പോസ്റ്റ് അതുണ്ടാക്കിയ വിവാദങ്ങൾ ചെറുതായിരുന്നില്ല. ഭരണതലപ്പത്തുള്ള ആളുകൾ പോലും രാജീവ് ചന്ദ്രശേഖറിനെ കളിയാക്കുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ നിരന്തരം മോണിറ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ കുറച്ചുകൂടിയൊക്കെ ഉത്തരവാദിത്വവും ശ്രദ്ധയും പുലർത്തേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും നിമിഷ നേരം കൊണ്ട് എയറിലാവാൻ സാധ്യതയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ, അവിടെ കാര്യങ്ങൾ പറയുമ്പോൾ കുറെ കൂടെ വ്യക്തതയോടുകൂടി അവതരിപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു പിശക് തന്നെയാണ് രണ്ടാം തവണയും രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ചത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.